നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൊതുഗതാഗത നിയമങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന സ്ഥലങ്ങളിൽ പെടുന്ന ഒന്നാണ് അബുദാബി. റോഡിലേക്ക് ഇറക്കുന്ന വാഹനം തോന്നുന്ന വിധത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവർക്കെതിരെ കടുത്ത നടപടികളാണ് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ നിയമങ്ങൾ കൃത്യമായി പാലിച്ചു തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കാറുണ്ട്. വാഹനങ്ങളുടെ ഗതാഗത നിയമങ്ങൾ തെറ്റാതിരിക്കാൻ പലപ്പോഴും ജാഗ്രത പുലർത്തുന്നവരാണ്. എന്നാൽ നിലവിൽ വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഒരു റിപ്പോർട്ട് കൂടെ പുറത്തുവരികയാണ്. ഇനി മുതൽ വാഹനം വേഗത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, വേഗം കുറച്ച് വാഹനം ഓടിച്ചാലും വലിയ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം അതിവേഗ പാതകളിൽ വേഗം കുറച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഫെഡറൽ ട്രാഫിക് നയത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെയാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗ പാതകളിൽ ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കാരണം ഇത്തരത്തിൽ മെല്ലെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണം എന്നതാണ് ആളുകളുടെ അഭിപ്രായം. അടുത്ത 6 മാസത്തിനകം ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വരും എന്നുള്ള സൂചനയാണ് ഫെഡറൽ ട്രാഫിക് നയത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഫെഡറൽ ട്രാഫിക് നയത്തിൽ വേഗം കുറച്ച് ഓടിക്കുന്നവർക്കെതിരെ ശിക്ഷ കടുപ്പിക്കുമെന്നാണ് ഗതാഗത മേഖലയിൽ നിന്നുള്ളവരുടെ ആവശ്യവും. അവർ അതിനുവേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിലുള്ള റോഡുകളിൽ ചിലർ 100 കിലോമീറ്ററിനും താഴെയാണ് ഓടിച്ചു വരുന്നത് എന്നതാണ് റിപ്പോർട്ട്. യുഎഇയിൽ കഴിഞ്ഞ വർഷം അതിവേഗ പാതകളിൽ പതിയെ ഓടിച്ചതിന്റെ പേരിൽ 4.9 ലക്ഷത്തിലധികം നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 ഇത് 3.14 ലക്ഷത്തിനടുത്തായിരുന്നു. അതിവേഗ റോഡുകളിൽ വേഗം കുറച്ചതുകൊണ്ട് മാത്രം 100 കണക്കിന് അപകടങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചന. മുന്നിലെ വാഹനം വേഗം കുറയ്ക്കുമ്പോൾ നിശ്ചിത വേഗത്തിൽ വരുന്ന പിന്നിലെ വാഹനത്തിന് അതിവേഗം ലെയിൻ മാറേണ്ടി വരുന്നതാണ് സാഹചര്യം. ഇത്തരം ലെയിൻ മാറ്റങ്ങൾ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുകയാണ്. അതിവേഗ ട്രാഫിക്കിൽ മുന്നിലെ വാഹനം വേഗം കുറയ്ക്കുമ്പോൾ പിന്നിലെ വാഹനങ്ങൾ സഡൻ ബ്രേക്ക് ഇടുന്നത് കൂട്ടിയിടികൾക്ക് അവസരമൊരുക്കും. ദേശീയപാത നിശ്ചലമാക്കാനും 100 കണക്കിന് വാഹനങ്ങൾ അപകടത്തിലാകാനും വലിയൊരു ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇത്തരത്തിൽ ഡ്രൈവർമാരുടെ ഈ മെല്ലെപ്പോക്കിനെ കൊണ്ട് സാഹചര്യം ഒരുക്കുമെന്നാണ് അഭിപ്രായം ഉയർന്നു കേൾക്കുന്നത്. അതിവേഗ പാതകളിൽ വേഗം കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നിലവിൽ 400 ദിർഹമാണ് ട്രാഫിക് പിഴയായി പറയുന്നത്. മെല്ലെ പോകുന്നവർ വലതു ലൈനിലേക്ക് മാറി മറ്റു യാത്രികർക്കും വഴിയൊരുക്കേണ്ടതായിട്ടുള്ള നിയമവും നിലവിലുണ്ട്. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ 2023 ഏപ്രിൽ മുതൽ വേഗം കുറച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറിൽ 140 വേഗമുള്ള ഈ റോഡിൽ കുറഞ്ഞ വേഗം 120 കിലോമീറ്റർ ആണ്. ഇവിടെ വലിയ വാഹനങ്ങൾക്ക് പ്രത്യേക ലൈൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി മുതൽ വേഗം കൂടുതലായാൽ മാത്രമല്ല, വേഗം ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് കുറഞ്ഞാലും വലിയ പിഴ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ് അബുദാബിയിലുള്ള ഓരോരുത്തർക്കും നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇതേ സമയത്ത് തന്നെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമായിട്ട്, ഗതാഗത മേഖലയിലെ നിയമങ്ങൾ കർശനമാക്കുമെന്നുള്ള മുന്നറിയിപ്പുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിൽ 106 വാഹനങ്ങൾ കണ്ടുകെട്ടിയതായിട്ട് അബുദാബി പോലീസ് അറിയിച്ചിരിക്കുന്നത്. അലൈൻ സിറ്റിയിലെ താമസക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചതിനും വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തിയതിനും അടക്കമായിരുന്നു ആ നിയമങ്ങൾ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടായത്. മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങൾ ഓടിക്കുന്നത് ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങളാണ് എന്ന് കണക്കാക്കുന്നുണ്ട്. അനുമതിയില്ലാതെ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ വരുത്തുന്ന ഡ്രൈവർമാർക്ക് 2000 ദിർഹം പിഴ ലഭ്യമാകുമെന്നും 12 ബ്ലോക്ക് പോയിന്റിന്റെ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ വാഹനങ്ങൾ 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട്. കണ്ടുകെട്ടൽ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർക്ക് പിഴയ്ക്ക് പുറമെ 10,000 ദിർഹം കൂടി പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ വേഗത കുറച്ചുകൂടെ ഓടിക്കുന്നത് അപകട സാധ്യതയ്ക്ക് വലിയ വഴിയൊരുക്കുന്നത് കൊണ്ട് തന്നെ വേഗം കുറച്ചാലും വലിയ പിഴയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്.